Next, section of cone. Okay, section of cone. Write down question. Cylinder ആണല്ലോ last ചെയ്തത്. Section of a cylinder. So അപ്പോൾ almost എല്ലാ ഒബ്ജക്റ്റുമായി write down. A cone of base diameter 120 mm. A cone of base diameter 120 mm and height of 135 mm and height of 135 mm. Cone of base diameter 120 mm and height of 135 mm is resting on HP on its base. Is resting on HP on its base. Is resting on HP on its base. First up, it is cut by a section plane. It is cut by a section plane. It is cut by a section plane inclined at 45 degree to the HP. It is cut by a section plane inclined at 45 degree to the HP and passing through a point on the axis which is 60 mm below the vertex of the cone. Passing through a point on the axis which is 60 mm below the vertex of the cone. First up, draw the front view, sectional top view. Draw the front view, sectional top view, and the true shape of the section. Draw the front view, sectional top view, and the true shape of the section. Okay. Cone of base diameter 120 mm and height 135 mm is resting on HP on its base. It is cut by a section plane inclined at 45 degree to the HP and passing through a point on the axis which is 60 mm below the vertex of the cone. Draw the front view, sectional top view, and the true shape of the section. Another question. Okay. So first we have to draw the orthographic position of the cone in the given question. The axis resting on its base on HP. So okay. Cutting plane pass ചെയ്യുന്നത് ആക്സിസിൽ 60 mm below the vertex side ഒരു പോയിന്റിലൂടെ. The height of the cone is
135 mm. So 60 mm below the vertex side on cutting plane axis pass ചെയ്യുന്നത്. So apex 60 mm താഴേക്ക് മെഷർ ചെയ്യുക, പോയിന്റ് മാർക്ക് ചെയ്യുക, അവിടെ തന്ന ആംഗിൾ 45 degree inclined to the HP, 45 degree inclined to the HP ആയിട്ട് കട്ടിംഗ് പ്ലെയിൻ മാർക്ക് ചെയ്യാം. degree inclined to the HP ആയിട്ട് കട്ടിംഗ് പ്ലെയിൻ മാർക്ക് ചെയ്തു. സോ അഗൈൻ ഇവിടെ കട്ടിംഗ് പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് സിലിണ്ടറിന്റെ അതൊരു നമ്മൾ ചെയ്ത് എങ്ങനെയായിരുന്നു, സിലിണ്ടറിലും കട്ടിംഗ് പോയിന്റ്സ് ആയിട്ട്, അതായത് സിൻസ് ദെർ ആർ നോ എഡ്ജസ്, ലാറ്ററൽ എഡ്ജസ് ഒന്നും ഇല്ല. ഇത് കോൺ ഫോം ചെയ്തിട്ടുള്ളത് കുറെ ജനറേറ്റേഴ്സ് വെച്ചിട്ടാണ് അല്ലെ. ഇങ്ങനെ ഇതിന്റെ അപ്പെക്സ് ബേസ് സർക്കംഫറൻസിലേക്കുള്ള ലൈൻസ് ആണ് നമ്മൾ ജനറേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ അങ്ങനെയുള്ള ഒരു ജനറേറ്റർ റിവോൾവ് ചെയ്യുമ്പോഴാണ് കോണിന്റെ കേർവ്ഡ് സർഫസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ക്രിയേറ്റ് സം ജനറേറ്റേഴ്സ്. ക്രിയേറ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ മാർക്ക് ചെയ്യണം, നെയിം ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് ഡിവൈഡ് this circle into 8 equal parts. Okay, A, B, C, D, E, F, G and H. Apex O. Okay, so front view A dash പിന്നെ ബി വിസിബിൾ ആയിരിക്കും, ബി ഡാഷ്, ബിന്റെ പുറകിലായിട്ടുള്ള എച്ച് വിസിബിൾ ആയിരിക്കില്ല, സോ ബ്രാക്കറ്റിൽ എച്ച് ഡാഷ്. ദെൻ സി വിസിബിൾ ആണ്, സോ സി ഡാഷ്, ബ്രാക്കറ്റിലായിട്ട് ജി ഡാഷ്, സിക്ക് ബിഹൈൻഡ് ആയിട്ടുള്ളത്. ദെൻ ഡി ആൻഡ് എഫ്, അതിൽ ഡി വിസിബിൾ ആണ്, എഫ് ഇൻവിസിബിൾ ആണ്. ഡി ഡാഷ് ആൻഡ് എഫ് ഡാഷ്. ഓക്കെ, നൗ ജനറേറ്റേഴ്സ് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സിലിണ്ടറിന്റെ കേസിൽ വേർട്ടിക്കൽ ആയിട്ടാണ് മാർക്ക് ചെയ്തത്, എക്സിന്റെ പാരലൽ ആയിട്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൺ അപ്പെക്സ് ആണ് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പെക്സ് ബേസ് സർക്കംഫറൻസിൽ, ബേസ് സർക്കിളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സിലേക്ക് ജനറേറ്റേഴ്സ് മാർക്ക് ചെയ്യാം, ജനറേറ്റേഴ്സ് വരയ്ക്കാം. ഓക്കെ, സോ ഹിയർ ഓൾസോ കട്ടിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് എല്ലാ ജനറേറ്റേഴ്സിലൂടെയും കട്ട് ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കട്ടിംഗ് പ്ലെയിൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇൻക്ലൈൻഡ് ആയിട്ട് ബേസിൽ കട്ട് ചെയ്യുന്ന വിധത്തിൽ വരാം. ഓർ സപ്പോസ് കട്ടിംഗ് പോയിന്റ്, കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് ആക്സിസിൽ ഒരു സർട്ടൻ 20 mm എബോ ദ ആക്സിസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക, 20 mm എബോ ദ ബേസ് ആണെന്ന് പറയുന്നതെങ്കിൽ, ഓക്കെ, 20 mm എബോ ദ ബേസ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കട്ടിംഗ് പ്ലെയിൻ ബേസിൽ മിക്കവാറും കട്ട് ചെയ്യും. ഓക്കെ, അപ്പം കട്ടിംഗ് പ്ലെയിൻ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫിഗർ വരക്കേണ്ടി വരും. സോ ഇവിടെ നമുക്ക് 8 കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും, എല്ലാ ജനറേറ്ററിലും കട്ട് ചെയ്യുന്നുണ്ട്. 1 on OA, 2 on OB, 3 on OC, 4 on OD, 4 and 5 on OE, 5 on OE. And ബിഹൈൻഡ് ആയിട്ട് വരുന്നത് OF ൽ, OG ൽ ആൻഡ് OH ൽ. സോ അത് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യുക. 4 ഉണ്ട് ബിഹൈൻഡ് ആയിട്ട് പോയിന്റ് 6 ഉണ്ടാവും, 6 and 3 behind 8.7 on OG and 0.8 on OH behind 2. So ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. സോ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് റെസ്പെക്റ്റീവ് ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, 0.1 is on OA, so 1 OA ലേക്ക് പ്രൊജക്ട് ചെയ്യാം. ടോപ്പ് വ്യൂ 0.1 ഇട്ടിട്ടുണ്ട്. Then 2 is on OB, 2 OB ലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. സോ 2 കിട്ടി. 2 and 8 സെയിം ലൈനിലാണ് വരുന്നത്, ബട്ട് 8 is on OH, സോ സെയിം ലൈൻ H-നെ ക്രോസ് ചെയ്യുന്നത് 8 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 3 എങ്ങനെ മാർക്ക് ചെയ്യാം? 0.3 and 7 എങ്ങനെ മാർക്ക് ചെയ്യാം? 3 is on OC, സോ ഇത് ഡയറക്റ്റ് പ്രൊജക്ട് ചെയ്താൽ OC യിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അതിന്റെ മുകളിലൂടെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസ് നമ്മൾ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത്?
ട്രൂ ലെങ്ത്തിലേക്ക് പ്രൊജക്ട് ചെയ്യുക അല്ലെ. ഇവിടെ എന്ന് വെച്ചാൽ ട്രൂ ലെങ്ത് ഓഫ് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത്തിലേക്കാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒ എയും ഒ ഇയും ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒ എ ആൻഡ് ഒ ഇ നോക്കുക ടോപ്പ് വ്യൂല് ഇത് രണ്ടും എങ്ങനെയുള്ളത് പാരലൽ ടു ദ എക്സ് വൈ ആണ്. സോ ദിസ് ഈസ് പാരലൽ ടു വി പി. ഒ എ ആൻഡ് ഒ ഇ പാരലൽ ടു വി പി. സോ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂല് കാണുന്നത് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആണ്. സോ 0.3 and 7 റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ പ്രൊജക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ പോയിന്റ് നേരെ താഴെ, അതായത് ഇതിപ്പോ നമ്മൾ ഓയിലേക്കാണ് പ്രൊജക്ട് ചെയ്ത്. സോ ആ കിട്ടിയ പോയിന്റ് ഓയിലേക്ക് തന്നെ താഴേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, ആ കിട്ടുന്ന പോയിന്റ് അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പോസിറ്റ് കട്ട് ചെയ്യാം, രണ്ട് സൈഡിലും കട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിൽ പറഞ്ഞാൽ സെയിം ഡിസ്റ്റൻസ് ആണ് ഒ സിയിലും ഒ ജിയിലും വരുന്നത്. എന്നിട്ട് ആ നെയിം ചെയ്യാം. എന്താണ് നെയിം? ഒ സിയിൽ 0.3യും ഒ ജിയിൽ 0.7. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 4 and 6. 4 is on OD, 6 is on OF. അപ്പോൾ 4 on OD and 6 on OF. 6 OF സെയിം ലൈൻ ആണ്. 6 on OF. ഇനി ലാസ്റ്റ് പോയിന്റ് 0.5. This is on OE. സോ OEയിലേക്ക് തന്നെ ഈ പോയിന്റ് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളൊരു പോയിന്റ് പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 3യും 7ഉം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൽ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പാടില്ല, ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ നെയിം ചെയ്ത പോയിന്റ്സ് മാത്രം ജോയിൻ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഷേപ്പ് കിട്ടും. ഓക്കെ, ചെറിയൊരു എലിപ്സ് പോലെ തന്നെ കിട്ടാം. ഓക്കെ, ജോയിൻ ചെയ്താൽ ഒരു എലിപ്സ് ഷേപ്പ് തന്നെ കിട്ടാം. ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് ഈ പോർഷൻ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂവിൽ ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യണം. ഈ സെക്ഷൻ്റെ സർഫസിൽ ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണ്? ഈ പോർഷൻ അപ്പെക്സിന്റെ പോർഷൻ റിമൂവ് ചെയ്തു, കട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. ടോപ്പ് നോക്കുമ്പോൾ വ്യൂ ആണ്. ദാറ്റ് ഇസ് ദ സെക്ഷണൽ ടോപ്പ് വ്യൂ ഓഫ് ദ കോൺ. ഓക്കെ, നൗ ഇതിന്റെ കറസ്പോണ്ടിങ് അതിന്റെ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കണം. ആക്ച്വൽ ട്രൂ ഷേപ്പ് ഇതായിരിക്കില്ലല്ലോ. ട്രൂ ഷേപ്പ് കാണണമെങ്കിൽ നമ്മൾ അതിന് x1 y1, അതായത് ഈ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ആയിട്ടുള്ള അതിലേക്ക് പ്രൊജക്ട് ചെയ്യണം, ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്യണം. സോ എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ പ്രൊജക്ട് ചെയ്യാം. 0.1. ഓക്കെ, സോ 1' എന്ന് വെച്ച ലൈനിൽ 0.1 മാർക്ക് ചെയ്യണം. സോ 1ന്റെ ടോപ്പിൽ നിന്ന് x1 ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, 1ന്റെ ടോപ്പിൽ നിന്ന് x1 ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് 0.1. 0.2 and 8 ഈ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യണം. ബട്ട് ഡിസ്റ്റൻസ് ടോപ്പിൽ നിന്ന് മെഷർ ചെയ്യണം. 0.2ന്റെ ടോപ്പിൽ നിന്ന് x1 ലൈനിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, മാർക്ക് ചെയ്യാം 0.2. and 0.8ന്റെ ടോപ്പിൽ നിന്ന് x1 ലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം 2 and 8 രണ്ടും കോമൺ ആയിട്ടുള്ള തന്നെയാണ്. സോ അവിടെ അതേ ലൈൻ തന്നെ മെഷർ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് 3 and 7 ആണ്. സോ 3 and 7 ഈ ലൈനിലാണ് കണ്ടത്. സോ ഡിസ്റ്റൻസ് ഓഫ് 0.3 ഇൻ ദ ടോപ്പ് വ്യൂ ഫ്രം x1 ലൈൻ മെഷർ ചെയ്യാം. ഓക്കെ, അത് മാർക്ക് ചെയ്തു. 3 and 7ന്റെ ടോപ്പിൽ നിന്ന് x1 ലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, മാർക്ക് ചെയ്യാം. 7. നെക്സ്റ്റ് പോയിന്റ് 4 and 6. 4ന്റെ ടോപ്പിൽ നിന്ന് x1 ലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതുപോലെ 6ന്റെ ടോപ്പിൽ നിന്ന് x1 ലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, സിക്സ് ആൻഡ് 4. ഫൈനൽ പോയിന്റ് 5. സോ 5ന്റെ ടോപ്പ് വ്യൂ x1 ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ പോയിന്റ്സ് വരുന്നത്. സോ ഇത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു എലിപ്സ് ആയിരിക്കില്ലേ? ഒരു എലിപ്സ് ആയിരിക്കും കിട്ടുക കേട്ടോ.
പിന്നെ അവിടെയും ലൈൻ ഓഫ് സിമിട്രി വരിക, അതിന് 45 ആംഗിൾ ഹാച്ചിങ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. കോണാകുമ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ ജനറേറ്റേഴ്സ് മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് കട്ടിംഗ് പ്ലെയിൻ എപ്പോഴും സെയിം ആവണമെന്നില്ല, ഒരേപോലെ തന്നെ വരണമെന്നില്ല. ഓറിയന്റേഷൻ ഓഫ് കട്ടിംഗ് പ്ലെയിൻ ചേഞ്ച് ആവാം. അതായത് ഇത് ഈ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി എല്ലാ പ്രോബ്ലത്തിൻ്റെ അതും ചെയ്യാൻ പറ്റും. അതായത് സെയിം മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അറിയേണ്ടത് ഒബ്ജക്റ്റിന്റെ പൊസിഷനും കട്ടിംഗ് പ്ലെയിനിന്റെ ഓറിയന്റേഷനും, അത് മാത്രമേ അറിയണ്ടൂ. അത് കറക്റ്റ് ആയിട്ട് വരച്ചാൽ ഏത് ഫിഗർ നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കട്ടിംഗ് പ്ലെയിൻ എപ്പോഴും കോണിന്റെ കേസിൽ ഇങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല. ചില കേസിൽ കട്ടിംഗ് പ്ലെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസിൽ കട്ട് ചെയ്യുന്ന വിധത്തിൽ വരാം. ഓക്കെ, അപ്പൊ ബേസിൽ കട്ട് ചെയ്യുന്ന വിധത്തിലാണ് വന്നതെങ്കിൽ ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് കട്ടിംഗ് പോയിന്റ് വന്നിട്ടുണ്ട്. ആ കട്ടിംഗ് പോയിന്റ് ബേസ് സർക്കിളിലാണ് വന്നിട്ടുള്ളത്, അതായത് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, അപ്പം ആ പോയിന്റ് നേരെ ബി ആൻഡ് സിന്റെ ഇടയിൽ തന്നെ പ്രൊജക്ട് ചെയ്യണം. ബേസ് സർക്കിളിൽ വരുന്ന പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിന് സിമിലർ ആയിട്ട് ബിഹൈൻഡും ഒരു പോയിന്റ് വന്നിട്ടുണ്ടാവല്ലോ, അത് എവിടെയായിരിക്കും? എച്ചിനും ജിനും ഇടയിലായിരിക്കും. സോ എച്ചിനും ജിനും ഇടയിലായിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ അത് ജോയിൻ ചെയ്യുമ്പോൾ അത് തിക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് വെച്ച് ജോയിൻ സമയത്ത് അത് തിക്കായിട്ട് തന്നെ വരക്കണം. സോറി, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരക്കണം. ഓക്കെ, ബേസിൽ കട്ട് വന്നാൽ അത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് തന്നെ വരക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് സിലിണ്ടറിന്റെ കേസിൽ. പിന്നെ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റേഴ്സ് വരാം. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റേഴ്സ് അപ്പോഴെങ്ങനെയായിരിക്കും ഉണ്ടാവുക? Cutting plane parallel to the generator. ഇങ്ങനെ വരിക. ഇവിടെ നോക്കാം, ഈ ജനറേറ്റർ ലെഫ്റ്റിലെ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ജനറേറ്റർ പാരലൽ ആയിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? അതായത് കട്ടിംഗ് പ്ലെയിൻ ഇതുപോലെയുള്ള ശേഷം, ഓക്കെ, കാണുന്നില്ലേ? ഇതുപോലെ ഫ്രണ്ട് വ്യൂല് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂല് ജനറേറ്ററിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ആയിട്ട് അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ കാണാൻ പറ്റും. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു ദ ജനറേറ്റർ. അപ്പൊ അത് ലെഫ്റ്റ് സൈഡിലെ ജനറേറ്റർ ആവും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ജനറേറ്ററിന് പാരലൽ ആയിട്ട് ഇങ്ങനെയും വരാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കുമ്പോൾ ആക്സിസിലെ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് തരും. അതുപോലെ കട്ടിംഗ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ തരുന്നതിന് പകരം ദാറ്റ് കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ജനറേറ്റർ എന്ന് മാത്രമേ തരുള്ളൂ, ആംഗിൾ തരില്ല. ഓക്കെ, ആംഗിൾ നമുക്ക് ഇനി അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലൽ ആണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് വരച്ചാൽ മതി. ബട്ട് ഏത് പോയിന്റിലാണ്, ആക്സിസിൽ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ഇതിനകത്ത് ഡയമെൻഷൻസ്, ബേസ് സർക്കിൾ ഡയമെൻഷൻസും പിന്നെ അതുപോലെ ഹൈറ്റും മാർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ കട്ടിംഗ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, എത്രയാണ്? 60. ഹൈറ്റ് 135 and base circle diameter, this is 120. Okay, diameter 120, diameter 120. ഓക്കെ, ഇത് ചെയ്താൽ കംപ്ലീറ്റ് ആയി. പിന്നെ കട്ടിംഗ് പ്ലെയിനിന്റെ ആംഗിളും കൂടെ. ഓക്കെ, 45 ഡിഗ്രിയാണ് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. 45 ഡിഗ്രി ഇത് ചെയ്താൽ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ.
ഓക്കെ, ഞാനിവിടെ വേറൊരു ക്വസ്റ്റ്യൻ, അതായത് പ്രോബ്ലം നമ്പർ 14.17 അത് വായിക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കോൺ ഓഫ് 50 mm base diameter and height 60 mm is resting on its base on HP. It is cut by a section plane inclined at 45 degree to HP and passes through the extreme left point of the base. Draw the sectional top view. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കുക? സെയിം ഇതുപോലെ തന്നെയുള്ള ഒരു കോണാണ്, ബട്ട് ദ സെക്ഷൻ പ്ലെയിൻ പാസ് ത്രൂ ദ സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദ 45 degree to HP and passes through the extreme left point of the base. എങ്ങനെയാണ് ആ കട്ടിംഗ് പ്ലെയിൻ ഉണ്ടാവുക? ഇൻക്ലൈൻ ടു HP തന്നെയാണ്. അപ്പൊ എങ്ങനെ വരക്കേണ്ടത്? ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് ഓഫ് ദ ബേസ് എന്ന് പറയുമ്പോൾ ഏതാണ്? പോയിന്റ് എ. ബേസിലെ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. സോ എയിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ. സോ പ്രൊട്രാക്ടർ ഈ കോർണറിൽ തന്നെ പ്ലേസ് ചെയ്യുക, 45 ഡിഗ്രി ആംഗിളിൽ കട്ടിംഗ് പ്ലെയിൻ വരക്കുക. ഓക്കെ, അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ അങ്ങനെ പല ടൈപ്പിൽ വരാം. സോ അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വരക്കണം. 45 ഡിഗ്രി ആംഗിൾ വരച്ചാൽ ഇവിടെയും നമുക്ക് എല്ലാ ജനറേറ്ററിലും കട്ടായിട്ട് തന്നെയാണ് വരിക. ഓക്കെ, ഡൗട്ടുള്ളവർ ചോദിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു സൈഡ് ഹെഡിങ് ഇതാ, സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു VP. Section plane inclined to VP. Section plane inclined to VP. സോ ഞാൻ പറഞ്ഞത് സെക്ഷൻ പ്ലെയിൻ പല ടൈപ്പിൽ വരാം. അത് പാരലൽ ടു HP ആവാം, പിന്നെ ഇൻക്ലൈൻ ടു HP ആവാം, പാരലൽ ടു VP ആവാം. ഓക്കെ, പാരലൽ ടു VP ആവാം, ഇൻക്ലൈൻ ടു VP ആവാം. ഓക്കെ, ഇൻക്ലൈൻ ടു VP ആവാം. സോ പല ടൈപ്പിൽ വരാം. സോ ഇൻക്ലൈൻ ടു VP ആണെങ്കിൽ ഇൻക്ലൈൻ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP ആണ് ഈ ക്വസ്റ്റിൽ നെക്സ്റ്റ് പറയുന്നത്. സോ അതിൽ കട്ടിംഗ് പ്ലെയിൻ ഏത് വ്യൂലായിരിക്കും നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരിക? ഏത് വ്യൂലാണ് ലൈനായിട്ട് കാണാൻ പറ്റുക? when the cutting plane is inclined to VP and perpendicular to HP. ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് അത് പ്ലെയിൻ ആയിട്ട് തന്നെയല്ലേ കാണുന്നത്? സപ്പോസ് ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. ഫ്രണ്ട് വ്യൂവിൽ കാണുമ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ? ലൈനായിട്ട് കാണാൻ പറ്റുന്നത് ടോപ്പ് വ്യൂലാണ്. ഓക്കെ, ടോപ്പ് നോക്കുന്ന സമയത്ത് ആ കട്ടിംഗ് പ്ലെയിൻ നമുക്ക് ലൈനായിട്ട് കാണാൻ പറ്റും. സോ when the cutting plane is inclined to VP, ടോപ്പ് വ്യൂലാണ് കട്ടിംഗ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് ചെയിൻ ലൈൻ വിത്ത് തിക്ക് ആൻഡ് സെഗ്മെന്റ്സ് ആയിട്ട്. ഓക്കെ, so question ediko write down. A pentagonal pyramid 30 mm edge of base. A pentagonal pyramid 30 mm edge of base and 60 mm height. A pentagonal pyramid 30 mm edge of base and 60 mm height, 60 mm height, stands with its base on the ground. Stands with its base on the ground. Stands with its base on the ground. And an edge of base perpendicular to VP. And an edge of base perpendicular to VP. Full stop. A section plane perpendicular to HP. A section plane perpendicular to HP
a section plane perpendicular to HP and inclined 30 degree to VP and inclined 30 degree to VP, cuts the pyramid, cuts the pyramid, cuts the pyramid at a shortest distance of at a shortest distance of 5 mm from its axis at a shortest distance of 5 mm from its axis and is in front of it. The shortest distance of 5 mm from its axis and is in front of it. Full stop. Draw its sectional views. Draw its sectional views. Draw its sectional views. Also draw the true shape of the section. Also draw the true shape of the section. Pentagonal pyramid, 30 mm edge of base and 60 mm height, stands with its base on the ground and an edge of base perpendicular to VP. A section plane perpendicular to HP and inclined 30 degree to VP cuts the pyramid at a shortest distance of 5 mm from the axis and is in front of it. Draw its sectional views. Also draw the true shape of the section. So first ഈ പെൻഡഗണിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഓൺ ദ HP ആയിട്ട് തന്നെയാണ് അല്ലേ? Base rests on the ground with its base on the ground. Height stands with its base on the ground and an edge of base perpendicular to VP. So എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വരച്ചു കൊടുക്കേണ്ടത്. Base on the ground എന്ന് പറയുമ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP തന്നെയാണ് അല്ലെ? ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP തന്നെയാണ്. ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP തന്നെയാണ്. സോ ടോപ്പിലാണ് നമുക്ക് പെൻഡഗൺ കാണാം. സോ വൺ ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു VP അല്ലെ? ഒരു ബേസ് എഡ്ജ് VPക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് എഡ്ജ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു VP ആയിട്ടുള്ള എഡ്ജ് ടോപ്പിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ബേസ് എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ടോപ്പിൽ കാണുക. സോ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫസ്റ്റ് എഡ്ജ് വരയ്ക്കാം. ഓക്കെ, ദെൻ 108 അല്ലെ? 108 ആംഗിളിൽ പെൻഡഗണിന്റെ ബാക്കിയുള്ള എഡ്ജസ് പ്രൊജക്ട് ചെയ്യും. ഫ്രണ്ട് വ്യൂല് ABC കോർണേഴ്സ് വിസിബിൾ ആയിരിക്കും, D and E ഇൻവിസിബിൾ ആയിരിക്കും, ആൻഡ് അപ്പെക്സ് O ഡാഷ്. ഇതിൽ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ് ക്വസ്റ്റിൽ പറഞ്ഞത്? കട്ടിംഗ് പ്ലെയിൻ 5 mm in front of the axis ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, or at a shortest distance of 5 mm from the axis and in front of it എന്നാണ് പറഞ്ഞത്. സോ ആക്സിസിന്റെ ടോപ്പിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ആക്സിന്റെ ടോപ്പിൽ എന്ന് പറയുന്നത് എന്താണ്?
ഈ സെന്റർ തന്നെയാണ് അല്ലെ. ആക്സിന്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുക. അതിൽ ബേസ് സെന്റർ സപ്പോസ് എച്ച് ബേസ് സെന്റർ ആണെന്ന് വിചാരിച്ചു. എച്ച് ബേസ് സെന്റർ ആണെന്ന് വിചാരിച്ചു. സോ ഒ എച്ച് എന്ന് പറയുന്നതാണ് ആക്സിസ്. അത് വെർട്ടിക്കൽ ആയിട്ടാണുള്ളത്. സോ ടോപ്പിൽ കാണുന്ന സമയത്ത് അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒ എച്ച് പെർപെൻഡിക്കുലർ ടു ദ എക്സ്പെലന്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പിൽ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. സോ ഇതിന് 5 mm ഇൻ ഫ്രണ്ട് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് 5 mm ഫ്രം ദ ആക്സിസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇതിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും? ആ 5 mm ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യും? കട്ടിംഗ് പ്ലെയിൻ ടോപ്പിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ ടോപ്പിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ചെയിൻ ലൈൻ ആയിട്ട് ടോപ്പ് വ്യൂവിൽ റെപ്രസെന്റ് ചെയ്യണം. 30 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നോക്കാം, അവിടെ നോക്കാം. 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇതുപോലെ ആയിരിക്കും ഏതാണ്ട് കട്ടിംഗ് പ്ലെയിൻ്റെ ഓറിയന്റേഷൻ വരിക. ബട്ട് ദിസ് കട്ടിംഗ് പ്ലെയിൻ ഷുഡ് പാസ് at a distance of shorter distance of 5 mm from the axis. ആക്സിസ് 5 mm ഡിസ്റ്റൻസിൽ വേണം ഈ കട്ടിംഗ് പ്ലെയിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. എനിവൺ എങ്ങനെ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം? അറിയില്ല. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഒരു പെന്റഗണൽ പിരമിഡിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഡിസ്റ്റൻസ് നിങ്ങൾ എങ്ങനെയാണ് മെഷർ ചെയ്തത്? 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിസ് കട്ടിംഗ് പ്ലെയിൻ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് ആ കട്ടിംഗ് പ്ലെയിൻ മാർക്ക് ചെയ്തത്? സെന്ററിന്ന് നേരെ താഴേക്ക് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തു അല്ലെ. അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ അന്നേരം അവിടെ വരുന്നത് പാരലൽ ടു ദ എക്സ്പെലന്റ് ആയിട്ടാണ്. സോ പാരലൽ ടു ദ എക്സ്പെലന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് അത് ആ കട്ടിംഗ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് അല്ലെ. കട്ടിംഗ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് ആ കിട്ടുന്നത്. അതായത് എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് പോയിന്റ് തമ്മിൽ ഒരു പോയിന്റും ഒരു ലൈൻ, ഇത് രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് നിങ്ങൾ മെഷർ ചെയ്യാം? ഈ ഒരു ലൈനും ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യാം? എങ്ങനെയാണ് മെഷർ ചെയ്യാം? ഇങ്ങനെ മെഷർ ചെയ്ത ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ കട്ടിംഗ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് അതായത് മിക്സ് ചെയ്യാൻ പാടില്ലേ. ഞാൻ പറയുന്നത് കട്ടിംഗ് പ്ലെയിനിലേക്ക് ആക്സിസ് ഉള്ള ഡിസ്റ്റൻസ് പറയുന്നത്. ഇപ്പോൾ ടോപ്പിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഒരു പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ ആ പോയിന്റ് നിന്ന് ലൈനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മളിവിടെ നേരെ താഴേക്ക് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് കാര്യമില്ല. 5 mm ഡിസ്റ്റൻസ് ഇവിടെ നേരെ താഴേക്ക് ആക്സിന്റെ ഫ്രണ്ടിലേക്ക് മെഷർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം കട്ടിംഗ് പ്ലെയിനിന്റെ ഓറിയന്റേഷൻ ഇതാണ്. ഇതുപോലെയാണ് കട്ടിംഗ് പ്ലെയിൻ വരേണ്ടത്. ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റിന്റെ ഉള്ളിലായിട്ടാണ് ഈ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ വരേണ്ടത്. ഇങ്ങനെ വരണം. ബട്ട് ഈ കട്ടിംഗ് പ്ലെയിനിലേക്ക് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് 5 mm ആയിരിക്കണം. ഓക്കെ, ആ ഡിസ്റ്റൻസ് എപ്പോഴും ഈ കട്ടിംഗ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ മെഷർ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ മെഷർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നമ്മൾ അതങ്ങനെ മാർക്ക് ചെയ്യും? കട്ടിംഗ് പ്ലെയിനെ നമുക്ക് ഇനീഷ്യലി അറിയില്ലല്ലോ. അപ്പോൾ അത് അറിയാണ്ട് എങ്ങനെ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും? ആർക്കെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. എങ്ങനെ മാർക്ക് ചെയ്യാം കട്ടിംഗ് പ്ലെയിൻ? ആ 5 mm ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം.
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. അതായത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ മെഷർ ചെയ്യണം. ഇങ്ങനെ മെഷർ ചെയ്യാം. ഒന്നും ചെയ്യാനില്ല. എന്താണ് തന്ന എത്രയാണ്? ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? കട്ടിംഗ് പ്ലെയിൻ ഇസ് ഇൻക്ലൈൻ എത്രയാണ് വന്നത്? 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ വന്നിട്ടുള്ളത്. സോ 30 ഡിഗ്രിയിൽ നിങ്ങൾ വെറുതെ ഒരു ലൈൻ വരക്കുക. എക്സ് ലൈനിൽ 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കുക. ഓക്കെ, 30 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരക്കുക. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ വെക്കുക. ഓക്കെ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിലേക്ക് ലൈന് വെക്കുക. എന്നിട്ട് സെന്ററിൽ നിന്ന് 5 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം 30 ഡിഗ്രിയിൽ വെറുതെ ഒരു ലൈൻ വരക്കുക. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ലൈൻ വരക്കുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ പ്ലേസ് ചെയ്യാം. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കട്ടിംഗ് പ്ലെയിൻ്റെ അതേ ഓറിയന്റേഷനിലുള്ളതാണ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്താൽ അതിന്റെ മീനിങ് എന്താ? നമ്മൾ ഇനി വരക്കാൻ പോകുന്ന കട്ടിംഗ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 5 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിലൂടെ ഇതിന് പാരലായിട്ട് 30 ഡിഗ്രി വശ ലൈനിന് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ ചെയിൻ ലൈനായിട്ട് വരക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഈ കട്ടിംഗ് പ്ലെയിൻ ഞാൻ പറഞ്ഞ പോലെ വരച്ചു വെക്കണം. ഓക്കെ, അതുവരെ ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ? സാറേ 18 ഉണ്ട്. ആ